അവരെ കൈവയ്ക്കാൻ ഇവിടെ ആർക്കാണ് അധികാരം? പ്രകോപനത്തിലുണ്ടായ പ്രവൃത്തിയാണ് എന്ന് പറയുമ്പോൾ ഇതേ പ്രകോപനം തന്നെയല്ലേ സാറേ ഇവിടെ പല കൊലപാതകങ്ങളുടെയും പിന്നിലുള്ളത്? ഇത്തരത്തിൽ പ്രകോപനത്തോടു കൂടി ഒരാളെ കുത്തിമലർത്തിയാൽ നിങ്ങൾ അത് കേൾക്കുമോ? ഇല്ലല്ലോ. നിയമത്തിന്റെ മുന്നിൽ എല്ലാ കുറ്റക്കാരും കുറ്റക്കാർ തന്നെയാണ്. സാഹചര്യം അടക്കമുള്ളവ പരിശോധിച്ച് ഒരു മറ്റുള്ളവന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയും കുറ്റക്കാരൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലിരുന്ന ഒരു പ്രധാന മാധ്യമ പ്രവർത്തക പറയുന്നുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തുന്ന ഒരു വ്യക്തി കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതാണെങ്കിൽ സ്ത്രീകൾ ഈ ജീവൻ രക്ഷാമാർഗം സുരക്ഷാ മാർഗം അയാളെ കൊന്നുകളഞ്ഞാൽ പിന്നെ ഇവിടത്തെ കാര്യങ്ങൾ നീങ്ങുമല്ലോ, അല്ലെങ്കിൽ അതിനുള്ള കൊലപാതക കുറ്റം പോയി അനുഭവിച്ചാൽ മതിയല്ലോ എന്നുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ പോലീസുകാരൻ കാണിച്ച തെമ്മാടിത്തരത്തിന് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതില്ലേ? ആ ഒരു ഓങ്ങിയടി ഉണ്ടല്ലോ, ആ ഓങ്ങിയടിയിൽ തന്നെ ഉണ്ട് എല്ലാം. കാരണം ഒരു ഗുണ്ടയോട് പെരുമാറുന്നത് പോലെ ഒരു സ്ത്രീയുടെ കരണക്കുറ്റി നോക്കി ഇത്രയും ആവേശത്തിൽ അടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്രയും നാളും SHO ആയി അവിടെ വിലസി നടന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പേടി തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവ ബഹുലം തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നത്. VD സതീശൻ അടക്കമുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇതാണോ ഹേ നിങ്ങളുടെ സ്ത്രീ സുരക്ഷ എന്നുള്ളത്? അധികാരത്തിന്റെ ഹുങ്കിൽ പോലീസ് ചമച്ച കള്ളക്കഥകളെ നിയമ പോരാട്ടത്തിലൂടെ തകർത്തെറിഞ്ഞ എറണാകുളം സ്വദേശിനി ഷൈമോൾ നേടുന്നത് സമാനതകളില്ലാത്ത വിജയം തന്നെയാണ്. ഗർഭിണിയായിരിക്കെ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് SHOയുടെ മർദ്ദനമേൽക്കേണ്ടി വരികയും പിന്നീട് തനിക്കെതിരെ തന്നെ പോലീസ് കെട്ടിച്ചമച്ച കേസുകളെ നേരിടുകയും ചെയ്ത ഷൈമോളിന്റെ പോരാട്ടം ഒടുവിൽ വിജയത്തിലേക്ക്. നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ ഹൈക്കോടതി ഇടപെടലിലൂടെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഷൈമോളിന്റെ വാദങ്ങൾ ശരിയാണ് എന്ന് അടിവരയിടുന്നതാണ്. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ സ്റ്റേഷനിൽ പോലീസ് വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യം പുറത്തു വന്നത് 2025 സെപ്റ്റംബറിലായിരുന്നു. 2.5 വർഷം നിയമവഴിയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് സുജിത്തിന് ആ ദൃശ്യങ്ങൾ ലഭിച്ചും കുറ്റവാളികളെ ശിക്ഷിക്കാനായതും. അതുപോലെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഷൈമോൾ കേറ്റ ക്രൂര ദൃശ്യവും പുറത്തെത്താൻ വേണ്ടി വന്നത് 1 വർഷം നീണ്ട നിയമ പോരാട്ടവുമായി. രണ്ടിടത്തും രക്ഷയ്ക്കെത്തിയത് സുപ്രീം കോടതിയുടെ ഇടപെടലിൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകളാണ്. ഈ CCTV പോലീസിന്റെ കയ്യിലുണ്ടായിട്ടും നീതി തേടി ഷൈമോൾക്ക് അലയേണ്ടി വന്നു. ദൃശ്യം പുറത്തു വരും മുൻപ് CI പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുക്കാമായിരുന്നു, പക്ഷേ അതും ഉണ്ടായില്ല. ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ, ഇത്രയും വനിതാ കോൺസ്റ്റബിൾമാർ അടക്കം നോക്കി നിൽക്കെ ഈ SHO നടത്തിയ ഈ ക്രൂരമായ അടി, ആ അടിക്ക് കൃത്യമായ പണി കൊടുക്കുക തന്നെ വേണം. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ബെൻ ടൂറിസ്റ്റ് ഹോട്ടലും നടത്തുന്ന ബെൻ ഷോ ബേബിയുടെ ഭാര്യയാണ് ഷൈമോൾ. തന്റെ കുടുംബത്തോടൊപ്പം സമാധാനപരമായി ബിസിനസ് നടത്തിവന്ന ഷൈമോൾ പോലീസിന്റെ അനീതിക്കെതിരെ പ്രതികരിച്ചതോടുകൂടിയാണ് അധികൃതരുടെ കണ്ണിലെ കരടായി മാറിയത്. ഹോട്ടൽ ജീവനക്കാരെ പോലീസ് മർദ്ദിക്കുന്നത് ഷൈമോളിന്റെ ഭർത്താവ് ബെൻജോ മൊബൈലിൽ പകർത്തിയതായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ബെൻജോയെ പോലീസ് ബലം പ്രയോഗിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഭർത്താവിനെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നത് കണ്ട് പിന്നാലെ ഓട്ടോറിക്ഷ വിളിച്ച് സ്റ്റേഷനിലെത്തിയ ഷൈമോൾ കണ്ടത് ഭർത്താവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ്. ഭർത്താവിനെ എന്തിനാണ് തല്ലുന്നത് എന്ന് ചോദിച്ച ഷൈമോളെ അന്ന് നോർത്ത് CI ആയിരുന്ന KG പ്രതാപചന്ദ്രൻ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും കരണത്തടിക്കുകയുമാണ് ചെയ്തത്. ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു ഈ അതിക്രമം. മർദ്ദനമേറ്റ ഷൈമോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടുകൂടി പോലീസ് മറ്റൊരു തന്ത്രം മെനഞ്ഞു. CIയുടെ ദേഹം ഷൈമോൾ മാന്തി പൊളിച്ചത്രേ. സ്റ്റേഷനിലെ ഫർണിച്ചറുകൾ അടിച്ചു തകർത്തത്രേ. പക്ഷേ ഈ പറയുന്ന CCTV ദൃശ്യങ്ങളിൽ ഇതൊന്നും തന്നെ പതിഞ്ഞിട്ടില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഷൈമോൾക്കെതിരെ പോലീസ് കള്ളക്കേസെടുത്തു. ഈ കള്ളക്കേസായിരുന്നു ഷൈമോളെ പോരാട്ടത്തിന് ഇറക്കിയത്. തന്റെയും ഭർത്താവിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ ഷൈമോൾ കോടതിയെ സമീപിച്ചു. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ തരാതിരിക്കാൻ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞെങ്കിലും ഹൈക്കോടതിയുടെ കർശന ഉത്തരവിലൂടെ ദൃശ്യങ്ങൾ ഷൈമോൾക്ക് ലഭിച്ചു. ഈ ദൃശ്യങ്ങളിൽ പോലീസിന്റെ മർദ്ദനവും ഷൈമോൾക്കെതിരെ ചുമത്തിയ ആരോപണങ്ങൾ വ്യാജമാണെന്നും വ്യക്തമായതോടുകൂടി പോലീസിന്റെ കള്ളക്കഥകൾ പൊളിഞ്ഞു. മർദ്ദിച്ച CIക്കെതിരെ എറണാകുളം ACJM കോടതിയിൽ ഷൈമോൾ നൽകിയ സ്വകാര്യ അന്യായം ഇപ്പോഴും തുടരുകയാണ്. നീതി ലഭിക്കുന്നതുവരെ ഈ പോരാട്ടം നിർത്തുകയില്ല എന്ന ഉറച്ച ശബ്ദത്തോടെ ഷൈമോൾ പറയുന്നു. പോലീസ് സ്റ്റേഷന് വിളിപ്പാട് അകലെ താമസിക്കുന്ന ഈ ദമ്പതിമാർ ഇന്നൊരു നാടിനെ മുഴുവൻ മാതൃകയായി മാറുകയാണ്. അധികാരത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത സാധാരണക്കാരന്റെ പോരാട്ട വീര്യത്തിന് ഒരു കയ്യടിയും സല്യൂട്ടും.
എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതറിഞ്ഞ ഉടൻ തന്നെ പണി പാളും എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ നടപടി എടുത്തിട്ടുണ്ട്. DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ VD സതീശന് കൃത്യമായ പ്രതികരണം വരുന്നു. എന്തിനേറെ പ്രതാപചന്ദ്രൻ അടക്കമുള്ളവരുടെ പ്രതികരണം വരുന്നു. പ്രതാപചന്ദ്രൻ പറയുന്ന മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അറ്റാക്കാണ്. പെട്ടെന്ന് ഈ യുവതി കയറി വന്ന് കുറെ കുട്ടികളുമായി കയറി വരികയായിരുന്നു. ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കൃത്യമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലുമായിരുന്നു എന്ന ഇത്തരത്തിൽ സാഹചര്യത്തിൽ ഒരു പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു യുവതി നിന്നെങ്കിൽ ആ യുവതിയുടെ കരണക്കുറ്റി അടിച്ചു പൊളിച്ചാണോ നിങ്ങൾ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത്? ആ പെൺകുട്ടിയുടെ കരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ നിങ്ങൾ ആരാണ് ധൈര്യം തന്നത്? പെട്ടെന്നുള്ള പ്രകോപനത്തിലാണെങ്കിൽ നിങ്ങൾ ഒരു പോലീസാണെന്ന് മറക്കാതിരിക്കുക. ജനമൈത്രി പോലീസിന്റെ ഹുങ്ക് അധികകാലം വാഴില്ല എന്ന് നിങ്ങൾ ഓർക്കുക. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാ ജനമൈത്രി പോലീസിനെയും അല്ല അടച്ചാക്ഷേപിക്കുന്നത്. ഇപ്പോഴും ശബരിമലയിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹജലം നൽകുന്ന, ശബരിമലയിൽ ഭക്തനെ പിടിച്ചു കയറ്റുന്ന 100-ൽ ഒരു 10 പോലീസെങ്കിലും നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരുണ്ടാകും. അവരെ കുറ്റപ്പെടുത്താനും അവരെ ചീത്ത പറയാനുമായി മറ്റ് അനേകം പോലീസുകാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുഴുവൻ പോലീസ് സംവിധാനത്തിനും നാണക്കേടായി. മുഴുവൻ പോലീസ് സംവിധാനത്തിലും 100-ൽ 5 പേരെങ്കിലും നല്ലതുണ്ടെങ്കിൽ നല്ലതെന്നായിരിക്കില്ല, ബാക്കി 95 പേരുടെ മോശം കഥകളായിരിക്കും നാട് നീളെ വാഴുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരൊറ്റ പ്രതാപചന്ദ്രൻ മതി മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്റെയും തല താഴ്ത്താൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും പ്രതാപചന്ദ്രന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ബെൻ എന്ന് പറഞ്ഞ ആള് 2-3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വളരെ ഒരു സ്ത്രീ ആക്രമിച്ച കേസിലും പ്രതിയാണ്. ഞങ്ങളുടെ ഒരു റോബറി കേസിലെ 2 പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അതിന് പോലീസിനെ അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പോലീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ കേസുകളിൽ 2 പ്രതികളെ അന്ന് രാത്രി രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ പ്രതിയാണ്. ആ കേസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ബെഞ്ചോ എന്ന് പറഞ്ഞവർ ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നത്. വന്ന സമയത്ത് അവരുടെ വീട്ടിലെല്ലാവർക്കും അറിയാം. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന അയാളെ കൊണ്ടുവന്നിട്ട് ആ സമയത്തൊന്നും അയാൾ വേറെ പ്രശ്നമില്ല, കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം പറഞ്ഞാൽ ഏതോ പ്ലാൻ ചെയ്ത പോലെ അവർ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരും. ഡോറ് ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്ന് ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾ എറിഞ്ഞ് പോലും ഞാനും ചാവുമെന്ന് പറഞ്ഞ് സ്റ്റേഷനെ ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി. എൻ്റെ വനിതാ പോലീസുകാരൊക്കെ അതിന് ഒരു വനിതാ പോലീസാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. അതൊക്കെ ആ വിഷ്വലുണ്ട്. ആ വനിതാ പോലീസുകാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറാൻ വേണ്ടി വന്നു. അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങൾ എറിഞ്ഞ് തറയിട്ടന. ആ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവർക്കൊരു ഇതുണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും അതിക്രമിച്ച് കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ 2 പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി. ആ നെഞ്ചിൽ തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം, ആ ഒരു ആക്ഷൻ ഉണ്ടായത്. ഇത് ഒരിക്കലും ഞങ്ങളാരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സഡൻ പ്രൊവക്കേഷനിൽ അവർ ഒത്തിരിയും വന്ന് വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. പോലീസ് പ്രതികളെ കൊണ്ടുവരുന്നത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് സാധാരണ പതിവുള്ള കാര്യമാണ്. അവർ ഒരു ഇതുമില്ലാതെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവർ ജീവനം ഒരു അല്പം പോലും അവർക്കൊരു കെയർ കൊടുക്കാതെ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചെങ്കിൽ അവസാനിച്ച് വെക്കാണ്. ആ കുട്ടികൾ ആ സമയത്ത് സമയോചിതമായിട്ട് ഞങ്ങൾ വനിതാ പോലീസിനെ അവർ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആ തിക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തറവിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവത്തിനേക്കാൾ ഭീകരമായി പോകണം. അപ്പോൾ അവർ ആ കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ ഒരു മനസാക്ഷ്യം കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെച്ച് വളരെ വിലവേശം പോലെയാണ് അവരകത്ത് കയറി വന്ന് തള്ളി തുറന്നത്. അല്ലെങ്കിൽ ഹോട്ടലിൽ ഒരു മൊബൈലും ഒരു പേഴ്സും കൂടെ റോബർ ചെയ്ത 2 പ്രതികളുണ്ടായിരുന്നു. ആ പ്രതി രാത്രി 112-ൻ്റെ ആക്ഷൻ വന്നിട്ട് ആ സമയത്ത് ഒരു SIയും ഒരു പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 കൂടെ രാത്രി പോയിട്ട് ആ പ്രതികളെ പിടിച്ച് വയ്ക്കുകയും ആ സമയത്ത് പിടിച്ച് സ്റ്റേഷൻ ജീപ്പിനകത്ത് കയറ്റി ഇവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഈ ലേഡിയുടെ ഹസ്ബൻഡും ആൾക്കാരെയും ഇറക്കി വിട്ടു. പോലീസിന് ഈ വളരെ രാത്രി 2 പേരെ 3 പേരെ വളരെ എണ്ണത്തിൽ കുറഞ്ഞ പോലീസിനെ വെച്ചിട്ടാണ് ഈ ലോ ആൻഡ് ഓർഡർ നോക്കണം അവിടെ. അപ്പം നോർത്ത് പോലുള്ള സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവായ സ്റ്റേഷനിൽ ഈ 2 പ്രതികളെ മനഃപൂർവ്വം രാത്രി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബാറിൽ നിന്ന് ഇറങ്ങിയ കുറേ ആൾക്കാർ, ബാറാണ് എൻ്റെ ഫ്രണ്ടിൽ, ഇവരുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ബാറാണ്, ഇവർ റൂംസ് വാടക കൊടുക്കുന്ന ബിസിനസ് അവർക്ക്. അതിൻ്റെ ഫ്രണ്ടിൽ ബാറായിരുന്നു. ആ ബാറിൽ നിന്ന് മദ്യവെച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ആ 2 പോലീസുകാരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഈ പിടിച്ചു കയറ്റിയ പ്രതികളെ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. അതിലേക്കാണ് ആ കേസെടുത്ത് 3 ദിവസത്തോളം ഇയാൾ ഒളിവിലായ ശേഷം വന്നപ്പോഴാണ് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നത്. ആ സമയത്ത് ഇവർ ഇത്രയും അതിക്രമം കാണിച്ച് തള്ളി തുറന്ന് നമ്മളെ തള്ളി അറിയില്ല. എന്നെ തള്ളുന്ന ദൃശ്യം അതിനകത്തുണ്ട്, എന്നെ തള്ളി അറിയുന്നതുകൊണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷനാണ്. എൻ്റെ വനിതാ പോലീസ് ഒരു യൂട്രസ് റിമൂവ് ചെയ്ത ലേഡിയാണ്. അവരെല്ലാം അവശരായിപ്പോയി. ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ തള്ളി എറിയാണ്. ആ സമയത്ത് നമ്മൾ അവരെ രക്ഷിക്കാന്നല്ല, ഒരു പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതല്ല ചെയ്യേണ്ടത്. അവരുടെ അടുത്ത് നമുക്ക് എന്ത് ദേഷ്യമുള്ളത്, എന്ത് വിരോധമുള്ളത്? ഒരു വിരോധമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ ദേഷ്യം ഒന്നും ഉള്ളതല്ലല്ലോ. അവരിത്രയും അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അവർ തള്ളി തുറന്നല്ലേ, അവരല്ലേ തള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം സ്റ്റേഷനകത്ത് വന്ന് കയറി ഇത്രയും അതിക്രമം കാണിക്കാമെന്നാണ് പറയുന്നത്.